ഹലോ, ഇന്ന് മുളക് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി 1 കിലോ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഉണ്ടമുളകാണ് എടുത്തിട്ടുള്ളത്. അധികം എരിവൊന്നുമില്ല. അപ്പോൾ ഇത് ഓരോന്നായി ഒരു കത്തി വെച്ച് വരഞ്ഞു കൊടുക്കാം. ഈ ഒരു രീതിക്ക്. ഇത് നമുക്ക് വേണ്ടത് നാടൻ മോരാണ്. നല്ല കട്ടിക്കുള്ള മോര് തന്നെ എടുക്കാൻ നോക്കുക. 1 ലിറ്റർ മോര് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ കീറി വെച്ച മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി 2 ദിവസം അടച്ച് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ മോര് മുളകിന് നല്ലവണ്ണം പിടിച്ച് വാടി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഊറ്റി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് ഇതിൽ നല്ലപോലെ പരത്തി ഉണക്കിയെടുക്കാം. ഇനി വീണ്ടും അതേ മോരിൽ തന്നെ വീണ്ടും ഇട്ട് വെക്കാം. ഇതുപോലെ ഈ മോര് വറ്റുന്നത് വരെ ഇങ്ങനെ ചെയ്തെടുക്കാം. മുളക് മോരിൽ ഇട്ട് വെക്കുമ്പോൾ ഒരിക്കലും സ്റ്റീൽ പാത്രമോ അലുമിനിയം പാത്രമോ പ്ലാസ്റ്റിക് പാത്രമോ എടുക്കരുത്. പെട്ടെന്ന് മോരിൻ്റെ പുളി തട്ടിയിട്ട് കേടുവരാൻ സാധ്യതയുണ്ട്. 5 ദിവസം വരെ മുളക് മോരിൽ നിന്നും എടുത്ത് ഉണക്കി വീണ്ടും അതിൽ ഇട്ടെടുത്തതാണ്. ലാസ്റ്റ് ഇത്രയും മോരുള്ളൂ. ഇനി ഇതിൽ 1 ദിവസം കൂടി ഇട്ട് വെച്ചാൽ നമ്മുടെ ഫുൾ മോരും വറ്റി മുളകിൽ പിടിച്ചിട്ടുണ്ട്. ഇനി മുളക് നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഇപ്പോൾ നല്ല വെയിലാണല്ലേ, അതുകൊണ്ട് തന്നെ 4-5 ദിവസം മതി ഉണങ്ങി കിട്ടാൻ. ഇത് എത്ര കാലം വരെയും ഭരണിയിലോ കുപ്പിയിലോ സൂക്ഷിച്ച് വെക്കാം. ഇപ്പോൾ നമ്മുടെ മുളക് കൊണ്ടാട്ടം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ആവശ്യത്തിനനുസരിച്ച് വറുത്ത് ചോറിൻ്റെ കൂടെയോ കഞ്ഞിൻ്റെ കൂടെയോ കഴിക്കാം. കൂടുതൽ എരിവില്ലാത്ത കാരണം കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്